നേരത്തെ മഞ്ചരി വന്ന് പുറത്തിറങ്ങി പാടുന്നത് കണ്ടു. പിള്ളേർ വന്ന് പാട്ടിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു, നമ്മുടെ കൂട്ടത്തിൽ ഈ ഞങ്ങളൊക്കെ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. വർഷത്തിൽ പല വേദികളിൽ പല സ്ഥലങ്ങളിൽ പോയി പാടുന്നു. നിങ്ങൾക്കാണ് പലപ്പോഴും ഇതിനുള്ള അവസരം കിട്ടാത്തതെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു മികച്ച പാട്ടുകാരനെ എൻ്റെ കൂട്ടത്തിൽ വിളിക്കുകയാണ്. നമുക്ക് നല്ല കൈഡി കൊടുത്തുകൊണ്ട് സുഹൃത്ത് വിഷ്ണുനാഥനെ വിളിക്കാം. ശ്രീ പി സി വിഷ്ണുനാഥ്. എന്തെങ്കിലും ജാമ്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആദ്യം എടുത്തോ, എന്നിട്ട് പാട്ടാണ്. ജാമ്യം ആദ്യം തന്നെ എടുക്കുകയാണ്. ഞങ്ങളൊരു പാട്ടുകാരെ അല്ല. നേരത്തെ ചിറ്റൻ ഗോപകുമാർ പറഞ്ഞതുപോലെ നമ്മളെ ഒക്കെ ഈ ജീവിതത്തിൽ പാട്ട് കേൾക്കുന്നത് നമുക്കൊരു വലിയ സ്ട്രെസ് ഒഴിവാക്കാനുള്ള ഒരു ഉപായമാണ്. അപ്പോൾ അത് ഞങ്ങൾ പാട്ടിൻ്റെ ആരാധകരാണ്, പാട്ടുകാരല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പാട്ടുകാരനാന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ തിരുത്തുകയാണ്. ഇതാണ് നമ്മുടെ ജാമ്യം. അതാണ് ജാമ്യം. നമുക്ക് ഈ ഒരു സമീപകാലത്ത് ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾക്ക് നേണ്ട ഒരു വലിയ നഷ്ടങ്ങളിലുണ്ടായിരുന്നു ശ്രീനിയേട്ടൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണുനാഥും ഞാനും ആദ്യം നമ്മുടെ ഒരു പാട്ട് ശ്രീനിയേട്ടന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പാടുകയാണ്. ഇത് കൈയടിച്ച് വിജയിപ്പിക്കണം കേട്ടോ. ഇത് അങ്ങനെ പാട്ടായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട ഒരു പരിപാടി. കാരണം അമൃത ടി വിയിൽ ഇപ്പം ഇവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഏത് പാട്ടാ പാടുന്നതെന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് ആക്ട് പ്രശ്നമുണ്ട്, നിങ്ങൾ തോന്നിയ പാട്ടുകൾ പാടിയാൽ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് വിഷ്ണുനാഥനോട് പറഞ്ഞത്, പേടിക്കണ്ട, നമ്മൾ പാടിയാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അത് ഇന്ന പാട്ടാന്നുള്ളത്. അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല, ധൈര്യമായിട്ട് പാടാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രീനേട്ടന് വേണ്ടി ഒരു പാട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഒരു MLA ഉണ്ട്, ഒരു കാമുകനുണ്ട്. കേരള സിനിമയിലെ ഡയലോഗാ. ഇനി ഒരു ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പാട്ടിനെ പറ്റിയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം പാട്ടിനെ കുറിച്ച് അറിവുള്ള ഒരാളാണ് PC. അപ്പോൾ ഈ ONV കുറുപ്പ് സാറ് എഴുതി കൊടുത്തതിനകത്ത് നീൾമിഴിപ്പീലി, നീൾമിഴിയിൽ നീർമണി തുളുമ്പി എന്നാണെങ്കിലും അന്നൊക്കെ എഴുതി അയക്കുകയാണല്ലോ. വായിച്ചപ്പോൾ മാറിപ്പോയിട്ട് നീർമണി പീലിയിൽ നീർമണി തുളുമ്പി എന്ന് തന്നെ. കാരണം നീർ തുളുമ്പേണ്ട ആവശ്യമില്ലെങ്കിലും ഇത് ONV സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. പിന്നീട് ആളുകൾ എല്ലാവരും നീൽമിഴി പീലിയിൽ നിന്ന് തന്നെ ഏറ്റുപാടി, ആരും അതൊരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചില്ല. അങ്ങനെ ജനകീയമായിട്ടുള്ളൊരു പാട്ടാണ്. അത് തന്നെ പാട്. നിങ്ങളല്ലേ വലിയ ആള്, കൂടെ നിങ്ങൾ തന്നെ നന്നാക്ക്. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ഓ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ, വെറുമന്യനെ പോ. സുനിലേട്ടനുണ്ട് ഒരു പാട്ട്, നമുക്ക് സുനിലേട്ടന് വേണ്ടി പാടുവോ, കൂട്ടത്തിൽ പാടിയാലോ? അതെ അതെ. ഒരു അപകടം പറ്റുമ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. സുനിലേട്ട വാ, വരണം. ഈ ക്ഷണം സ്വീകരിച്ചേ പറ്റുള്ളൂ. പാടണ്ട, കൂടെ നിന്നാ മതി. ആഗ്രഹത്തിന് ഒരു കൈഡി കൊടുത്താൽ വരുമെന്നേ. ഇവിടെ നിന്നാ മതി. സുനിലേട്ട പാടണ്ട, ഞങ്ങള് പാടും. ഒരു തൃശ്ശൂക്കാരനെ ഇങ്ങനെ നിങ്ങള് പാടണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. വരൂ. ഇല്ല, ഞങ്ങൾ പാടും. ഞങ്ങൾക്കൊരു ധൈര്യം. സുനിലേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടും. മൈക്കം കൊടുക്ക് മോളെ. ദാ ആ മൈക്കങ്ങ് പിടിച്ചോ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗഡിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹിറ്റായ പടം ഏതായിരുന്നു? ചെമ്മീനൊന്നും പറയരുത് കേട്ടോ. ആൾക്കാര്
മമ്മൂട്ടിയുടെ മറ്റേ സിനിമയില്ലേ, മമ്മൂട്ടിയുടെ മറ്റേ മൈക്കെ പറ. ഇൻസ്പെക്ടർ ആയിട്ടില്ല, ഇൻസ്പെക്ടർ ബൽറാം. ആ, പാട്ടില്ലാത്ത പടം തന്നെ പറയണം. ജുറാസിക് പാർക്ക് എന്ന് പറയാഞ്ഞത് നമ്മുടെ ഭാഗ്യം. ആ സമയത്ത് ഹിറ്റായ പടം ഏതാന്ന് ചോദിച്ചാൽ ഏതോ ഒരു പാട്ട് നമുക്ക് 3 പേർ കൂടെ പാടാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ ചുമയുണ്ട്. അല്ല, എന്നെ കൂടി പാടിക്കാൻ പറ്റില്ല എനിക്ക്. എന്നാ ശരി, നമുക്ക് പാടാം. നമുക്ക് സൊല്ലേണ്ട കൂട്ടത്തിൽ നിന്ന് പാടാം. മമ്മൂക്കയുടെ തന്നെ ഒരു പാട്ട് പാടിയാലോ? പാതിരാക്കിളി പാടിയാലോ? കിഴക്കൻ പത്രോസിലെ. വിഷ്ണു സാർ ഒപ്പം പിടിക്കത്തില്ലേ? ഞാൻ കൂടെ നിൽക്കാം. ഇത്ര നല്ല പാട്ടുകാരനെ ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. ആ ഉണ്ടെന്ന്. കൂടെ കൂടെ. പാതിരാക്കിളി വരു പാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവ് നുള്ളിവാ മലർക്കാടിലൂടെ വാ, കാട്ടിലാടുമീ മുളം കാടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. കാലക്കി സുനിലേട്ടൻ പാവം പറയാം, ഞാൻ പാടിയിട്ടൊന്നുമില്ല. കലക്കി ഒരെണ്ണം കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അല്ല, നമുക്കൊരു ചോയ്സ് കൊടുത്തല്ലോ. നമ്മൾ തോന്നിയ പോലെ പാടുന്നതിന് പകരം ഇവിടെ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ, ഞങ്ങൾ ഇന്നത് പാടി കേൾക്കണം അതോ നിർത്തണം എന്നാണോ ആൾക്കാരുടെ ആഗ്രഹം? ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർ പാടി മുറുക്കി ചുവന്നതോ എന്ന് പറഞ്ഞ് ചുമപ്പിച്ചു വിടാം. ഏതാ ഒരെണ്ണം കൂടെ പറഞ്ഞാൽ നമുക്ക് പാടി അവസാനിപ്പിക്കാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വിഷ്ണു. കലാഭവമണിയുടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. തുടങ്ങാം. കൂടെ കൂടുന്നോ? നമുക്കിതൊക്കെ എല്ലാ ദിവസവും ഇല്ല, അതുകൊണ്ടാ പറയണേ. വാ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഒരു മൈക്കോട്. പുള്ളിക്ക് മൈക്ക് പരിപാടി ഇപ്പൊ പുള്ളി നിർത്തിക്കും. വാ, ഡെപ്യൂട്ടി സ്പീക്കറാണ്. സാധാരണ മൈക്കിനാ സ്പീക്കർ. പ്രതിഭയും കൂടെ വാ. കലാഭവമണിക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടാണ്. ഒരു മൈക്ക് അവിടെയും കൂടെ. വാ, ഇത് തകർക്കും. ഓ, നമുക്ക് നല്ല സ്കെയിലുള്ളൊരു പാട്ടിട്ട് തന്നിട്ട് പ്രതികാരമാണ്. തുടങ്ങാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അവിടെ വെച്ച് നിർത്തണം. അവിടെ വെച്ച് അതാണ് സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെള്ളി വീഴും. അതെ അതെ. എന്റെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്നവനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ടെന്ന് ഓർത്തിട്ടാ. അപ്പം ഞങ്ങളുടെ ഈ എളിയ ഗായക സംഘത്തിന് നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. രമേശ് ഏട്ടാ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ട് പാടി തന്നിട്ട് നമ്മൾ അമൃത ടിവിയുടെ വക ഒരു സ്നേഹ ആദരവ് കൊടുക്കണം വേണ്ടേ? ഓക്കെ, അതിനായിട്ട് നമ്മുടെ അമൃത ടിവിയുടെ ഡയറക്ടറിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മഹാദേവ് അയ്യർ സാറിനെ കൂടെ. ഗോപകുമാർ സാറും മഹാദേവ് സാറും കൂടെ ഈ ഒരു സ്നേഹ ആദരവ് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. VC വിഷ്ണുനാഥ് സാറിനെയാണ് നമ്മൾ ആദരിച്ചത്. അടുത്തതായി VS സുനിൽകുമാർ സാറിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അടുത്തതായി U പ്രതിഭ മാമിന് കൂടെ അമൃത ടിവിയുടെ വക ഒരു സ്നേഹാദരവ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ മറ്റേ ആകാശദൂത് സിനിമയിലെ അവസാനത്തെ മോനെ പോലായി. മൊമന്റോയും ഇല്ല, തെങ്ങും ഇല്ല, ഒന്നുമില്ല. വിളിച്ചു കയറ്റിയതും പാടിച്ചതും ഒക്കെ ഞാൻ. നിനക്ക് എന്തെങ്കിലും വായിക്കാൻ തോന്നുന്നുണ്ടോ ഈ സിറ്റുവേഷനിൽ? താങ്ക് യു രമേശ് ഏട്ടാ.